ഹായ്, നന്ദാസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിൽക്കി കോട്ടയുടെ വെറൈറ്റി സാരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിൽക്കി കോട്ടയിൽ വരുമ്പോൾ സെയിം കളറിലെ ത്രെഡ് വർക്ക്, അതല്ലെങ്കിൽ വൈറ്റ് കളറിലെ ത്രെഡ് വർക്ക്, അങ്ങനത്തെ സാരീസാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരുന്നത്. ഇപ്രാവശ്യം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സെയിം കളറിലെ ത്രെഡ് വർക്കും അത് കൂടാതെ അതിനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി പാർട്ടും ക്രോഷ്യ ലേസും വെച്ച് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് സാരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 1250 രൂപ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം. സിൽക്കി കോട്ടയുടെ വെറൈറ്റിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സാരി നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. അതിൽ ഇതുപോലെ എംബ്രോയിഡറി നല്ല ഫിനിഷിങ് വന്നിട്ടുള്ള എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പീച്ചും ഗ്രീനും കൂടിയിട്ടാണ് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ളത്. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രമേ വർക്ക് വരുന്നുള്ളൂ. അരഭാഗത്തേക്ക് വരുമ്പോൾ കുത്തുന്ന പോർഷനിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള സാരീസിൽ കാണുന്ന പോലെ പ്ലെയിൻ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. എൻഡിലായിട്ട് ഇതുപോലെ ആ ഒരു ക്രോഷ്യയുടെ ലേസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫുള്ളായിട്ടുള്ള സാരി. നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് കളർ കോമ്പിനേഷൻ വന്നിട്ടത്. സിൽക്കി കോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മുടെ ഇന്ന് തന്നെ റണ്ണിങ് മെറ്റീരിയലായിട്ട് സാരി ആയിട്ടൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് തന്നെയാണ്. അതേ മെറ്റീരിയലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു വെറൈറ്റി വന്നിരിക്കണമെന്ന് മാത്രം. ഇതിന് വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ബ്ലൗസ് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പല്ലു ആ ഒരു നമുക്ക് ഇവിടുന്ന് വരുന്ന പോർഷനിൽ നിന്ന് കൊടുക്കുന്ന അതേ ഡിസൈൻ തന്നെ പല്ലുവിലേക്കും ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. ബ്ലൗസിൻ്റെ എൻഡിലായിട്ട് കൊടുക്കാൻ ഇതുപോലെ ലേസും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ബ്ലൗസ് വിത്ത് ഈ ഒരു ലേസും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. 1250 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. നല്ലൊരു ഡാർക്ക് പീച്ചാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാ സാരിയിലും വന്നിട്ടുള്ളത്. കളേഴ്സ് മാത്രമാണ് ഡിഫറെൻ്റ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു സെയിം ത്രെഡ് വർക്ക്, അത് കൂടാതെ എംബ്രോയിഡറി പാർട്ട്, മറ്റേ ക്രോഷ്യ ലേസ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. പല്ലു ആ ഒരു സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുക്കാൻ ഇതുപോലെ ലേസ് കൂടി വന്നിട്ടുള്ള സാരിയാണ്. 1250 രൂപയാണ് പ്രൈസ്. ഇത് പീക്കോ ഗ്രീനിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള വേർഷനാണ് കേട്ടോ വരുന്നത്. ഇതുപോലെയാണ് അതിലത്തെ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാത്തിനും തന്നെ ഈ ഒരു ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സെയിം ബ്ലൗസ് വേണ്ടാന്നുള്ളവർക്ക് അങ്ങനത്തെ ഒരു ബ്ലൗസും കൂടിയും യൂസ് ചെയ്യാം. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് യൂസിനും പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ ഒരിക്കലും ഇത് മെഷീൻ വാഷ് ചെയ്യരുത്, കാരണം ഓൾ ഓവർ ബോഡി ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഷീനിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു ഷാമ്പു വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഫോർ സൈഡും ഇതുപോലെ ആ ഒരു ക്രോഷ്യ ലേസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള സാരി തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് സിൽക്കി കോട്ട പറയുമ്പോൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരി തന്നെയാണ്. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് വരുന്നത്. കുറച്ച് ലോങ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ലെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. 1250 ആണ് പ്രൈസ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത്. സെയിം ആ ഒരു എംബ്രോയിഡറി തന്നെ ബോഡിയിൽ ഇതുപോലെ ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി. ബോഡി ഫുള്ളായിട്ടും ആ ഒരു സെയിം കളറിൽ ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. എല്ലാ സൈഡിലും നമുക്ക് ക്രോഷ്യയുടെ ലേസ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ പാർട്ട് വരുമ്പോൾ ഇതുപോലെ ലേസ് കൊടുത്തിട്ടുള്ളതാണ് ബ്ലൗസ്. പല്ലു ഇതുപോലെ 1250 രൂപ പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ഈ ഒരു വെറൈറ്റിയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്